ദൈവനാമം മഹത്വപ്പെടട്ടെ. എപ്പേർപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ദ ഇയർ ഓഫ് പ്ലാന്റിങ്, വിതയ്ക്കുന്ന വർഷം. ദ ഡേ ഓഫ് പ്ലാന്റിങ്, വിതയ്ക്കുന്ന ദിവസം. ദ ടൈം ഓഫ് പ്ലാന്റിങ്, വിതയ്ക്കുന്ന സമയം. ദ പേഴ്സൺ ഓഫ് പ്ലാന്റിങ്, വിതയ്ക്കുന്ന വ്യക്തി. എല്ലാം പ്രാധാന്യമുള്ളതാണ്. എന്താണ് വിതയ്ക്കുന്നത്? തീർച്ചയായും വിത്താണ് വിതയ്ക്കുന്നത്. ഏതാണ് വിത്ത്? ദൈവവചനമാണ് വിത്ത്. വിത്ത് എവിടെയാണ് വിതയ്ക്കുന്നത്? സാധാരണ പാടങ്ങളിലാണ് നാം വിത്ത് വിതയ്ക്കുന്നത്. എന്നാൽ ദൈവവചനമാവുന്ന വിത്ത് വിതയ്ക്കേണ്ട പാടം മനുഷ്യ ഹൃദയങ്ങളാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവി. നാം ഓരോരുത്തരും ഓർക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിലും ഓർക്കേണ്ട കാര്യമാണ്. പ്രിയ സഹോദര, മാന്യ സഹോദരി, ഏറ്റവും വിലപ്പെട്ട ഈ രക്ഷ സൗജന്യമായിട്ടാണ് നമുക്ക് കിട്ടിയതെങ്കിലും യേശുക്രിസ്തു ഏറ്റവും വിലപ്പെട്ട തൻ്റെ രക്തവും തൻ്റെ ജീവിതവും തൻ്റെ ജീവനുമാണ് അതിനുവേണ്ടി മറുപടിയായി കൊടുത്തത്. അങ്ങനെ വിലയേറിയ രക്തം കൊടുത്ത്, അങ്ങനെയല്ലേ പത്രോസ്ലീഹ പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം അത് അറിയണം. രക്ഷ സൗജന്യമാണെന്ന് പറയും, ഇല്ലേ? അത് ആ വാക്കിൽ തീരുന്നതല്ല. അതേ, സൗജന്യമാണ്. പക്ഷേ ഒരാൾ വില കൊടുത്തു. എൻ്റെ ഹൃദയത്തിൽ എന്നും ഈ രക്ഷ സൗജന്യമാണ്, നീതീകരണം സൗജന്യമാണെന്നെല്ലാം ബൈബിളിൽ വായിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രസംഗിച്ച് കേൾക്കുമ്പോഴും ഞാൻ അപ്പോഴെല്ലാം ഓർക്കാറുണ്ട്, എൻ്റെ കർത്താവേ, അവിടുന്ന് വലിയ വില കൊടുത്തല്ലോ. നമുക്ക് സൗജന്യമായി കിട്ടി, പക്ഷെ ഒരാൾ വില കൊടുത്തു. എൻ്റെ യേശു വില കൊടുത്തു. അത് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ യേശുവിനോട് സത്യമായ ഒരു സ്നേഹമുണ്ട്. നിങ്ങളിൽ അനേകർക്കുമുണ്ട്. അത് വേണം. സ്നേഹം മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് നന്ദി വേണം. ആ നന്ദിയിൽ നിന്ന് ഒരു ഡെഡിക്കേഷൻ വേണം, ഒരു സമർപ്പണം വേണം. കാരണം ഈ ഭൂമിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു നന്മ ഒരാൾ ചെയ്താൽ നാം താങ്ക്സ് പറയും, അല്ല തിരിച്ചവർക്ക് ഉപകാരം ചെയ്യും. എന്നാൽ ഏറ്റവും വലിയ നന്മ ചെയ്ത യേശുവിന് നമുക്ക് എന്ത് ഉപകാരം ചെയ്യാൻ പറ്റും? യേശുവിന് നമ്മുടെ പണമോ യേശുവിന് നമ്മുടെ വസ്തുവകകളോ മറ്റൊന്നും വേണ്ട. യേശുവിന് വേണ്ടത് നന്ദിയുള്ളൊരു ഹൃദയമാണ്. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ആരാധനയാണ്. റിയൽ വർഷിപ്പാണ് യേശുവിന് വേണ്ടത്. ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും കർത്താവിന് മഹത്വം കരയറ്റുന്നതുമാണ് കർത്താവിന് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം ലോഭമായി വിതച്ചാൽ ലോഭമായി കൊയ്യാൻ പറ്റുകയുള്ളൂ. ധാരാളമായി വിതച്ചാൽ ധാരാളമായി കൊയ്തെടുക്കാൻ പറ്റും. എന്താണ് വിത? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദൈവവചനം മനുഷ്യഹൃദയമാകുന്ന പാടത്ത് വിതയ്ക്കുക. അതെങ്ങനെ വിതയ്ക്കണം? കണ്ണുനീരോടെ വിതയ്ക്കണം. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വേദനയോടെ വിതയ്ക്കണം. അപ്പോൾ തന്നെ നശിച്ചുകൊണ്ടിരുന്ന എന്നെ കർത്താവ് രക്ഷിച്ചല്ലോ എന്നുള്ള നന്ദിയുടെ കണ്ണുനീര് കൊണ്ട് വിതയ്ക്കണം. അങ്ങനെ നന്ദിയുടെയും കടപ്പാടിൻ്റെയും സ്നേഹത്തിൻ്റെയും കണ്ണുനീർ ചാലിച്ച വിത്തുകൾ അത് നാം മനുഷ്യഹൃദയങ്ങളിൽ എറിഞ്ഞാൽ അവിടെ വിത്ത് മുളയ്ക്കും. ഹല്ലേലൂയ. ആ വിത്ത് കിളിർക്കും, ആ വിത്ത് വളരും, ആ ചെടി വളരും, ആ ചെടി പുഷ്പിക്കും, അതിൽ ഫലമുണ്ടാകും, അതിൽ നിന്ന് വലിയൊരു കൊയ്ത്ത് നടക്കും. അങ്ങനെ സ്വർഗീയ കളപ്പുരയിൽ ആ വിത്ത് കൂട്ടാനിടയാകും. നിത്യജീവൻ്റെ അവകാശത്തിലും നിത്യസ്വർഗത്തിൻ്റെ അവകാശത്തിലും അനേകം ആത്മാക്കൾ രക്ഷപ്പെടാനിടയാകും. അതല്ലേ ദൈവവേല? അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവവേലയുടെ ലക്ഷ്യമാകേണ്ടത്? കർത്താവിന് സ്തോത്രം. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ദൈവവേലയുടെ ലക്ഷ്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ലക്ഷ്യമെന്ത്? എന്തിനാണ് ദൈവവേല ചെയ്യുന്നത്? എന്തിനാണ് പ്രസംഗങ്ങൾ? എന്തിനാണ് വർഷിപ്പുകൾ? എന്തിനാണ് പ്രാർത്ഥനാ യോഗങ്ങൾ? എന്തിനാണ് കോട്ടയം മീറ്റിങ്ങുകൾ? എന്തിനാണ് പരസ്യയോഗങ്ങൾ? എന്തിനാണ് ഹോസ്പിറ്റൽ മിനിസ്ട്രി? എന്തിനാണ് ജയിൽ മിനിസ്ട്രി? ഒരേ ഒരു ലക്ഷ്യമായിരിക്കണം: നശിച്ചു പോകുന്ന ആത്മാക്കൾ ദൈവരാജ്യത്തിലെത്തണം. ഒന്നുകൂടി പറഞ്ഞാൽ, സ്വർഗം നിറയണം, നരകം ശൂന്യമാകണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം.
ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് നിങ്ങൾ യാചിപ്പീൻ, പ്രാർത്ഥിപ്പീൻ എന്ന്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം വിതയ്ക്കുമ്പോൾ ലോഭമായി വിതയ്ക്കരുത്. എവിടെയെല്ലാം വിതയ്ക്കാൻ അവസരം കിട്ടുന്നുവോ അവിടെയെല്ലാം വിതയ്ക്കണം. ഒരുപക്ഷെ ഒരു സഭാ ഹാളിലോ ഒരു പ്രാർത്ഥനാ ഹാളിലോ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ, ഒരു പ്രവചനം പറയുന്നത് മാത്രമല്ല ശുശ്രൂഷ, ഒരു രോഗശാന്തി നടത്തുന്നത് മാത്രമല്ല ശുശ്രൂഷ. വിവിധതര ശുശ്രൂഷകളുണ്ട്. നാം സാധാരണയായി ചിന്തിക്കുന്നത് 9 കൃപാവരങ്ങളുണ്ടെന്ന്. ഈ 9 കൃപാവരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാം, അതിൽ കൂടുതലും ചെയ്യാം. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്തോത്രം, പ്രവചനം, അതുപോലെ രോഗശാന്തി, വീര്യപ്രവൃത്തികൾ, ഭാഷകളുടെ വ്യാഖ്യാനം, ഡിസേൺമെൻറ്റ്, ആത്മാക്കളുടെ വിവേചനം, പരിപാലനം, ഇങ്ങനെയുള്ള അനേകം വരങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാം. അതുപോലെ തന്നെ ആത്മഫലത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെ ആത്മഫലത്തിൽ നിറഞ്ഞുകൊണ്ട് വേല ചെയ്യാം. ഇങ്ങനെയുള്ള വേലകളാണ് ഫലവത്താകുന്നത്. കർത്താവിന് സ്തോത്രം. മകനെ, നിനക്ക് ഒരു വേലയുണ്ട്, മകളെ നിനക്കുമുണ്ട്. ഒരുപക്ഷെ ഒന്നല്ല പല ശുശ്രൂഷകൾ ഒരേ വ്യക്തിയിൽ തന്നെ കർത്താവ് വെളിപ്പെടുത്തും. നാം എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് മാത്രമല്ല, എന്നോടും കൂടിയാണിത് പറയുന്നത്. ഞാനൊരു കർത്താവിനുസരിച്ച് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എങ്ങനെയെല്ലാം എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാവോ അങ്ങനെ എല്ലാം പ്രയോജനപ്പെടണം. സ്തോത്രം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ കൊതിയാണ്. ഈ അടുത്ത കാലങ്ങളിലെല്ലാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും കൊതിയും എൻ്റെ യേശുവിൻ്റെ വേല ചെയ്യണം. എന്തിന്? ലക്ഷ്യം എന്തിന്? പൈസ ഉണ്ടാക്കാനാണോ? അല്ല. ഒരിക്കൽ പോലും മരണം വരെ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ ഒരു രൂപ പോലും ചോദിക്കുകയില്ല എന്നുള്ളത് എൻ്റെ സമർപ്പണമാണ്. ഞാൻ പ്രാർത്ഥനാ ഹോളിൽ പറയാറുണ്ട്, ഇനി ഞാനത് പരസ്യമായി പറയുകയാണ്, പൈസ ഇല്ലാത്തതുകൊണ്ട് ദൈവവേല മുടങ്ങുകയില്ല പറയുന്നേ. മോനെ, നിനക്ക് സമർപ്പണമുണ്ടെങ്കിൽ, നിനക്കൊരു വിശുദ്ധ ജീവിതമുണ്ടെങ്കിൽ, നിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ പൈസ ഇല്ലായ്മ ദൈവവേലയ്ക്ക് തടസ്സമാകുകയില്ല. കർത്താവ് പ്രൊവൈഡ് ചെയ്യും. സ്തോത്രം. ദൈവവേലയ്ക്ക് ഇറങ്ങാൻ തയ്യാറാണോ? കർത്താവ് അതിനുള്ള വഴികളും വാതിലുകളും കർത്താവ് തുറന്നിരിക്കും. ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവം. നമുക്ക് സമർപ്പണമുണ്ടോ? നമുക്കതിനുള്ള താല്പര്യമുണ്ടോ? നമുക്ക് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വേദനയുണ്ടോ? നാം എന്ത് ചെയ്യണം? നാം ലോഭമായി വിതയ്ക്കരുത്. കിട്ടുന്ന സമയങ്ങൾ കർത്താവിന് സ്തോത്രം. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ അനേകം ശുശ്രൂഷകൾ കർത്താവ് കൃപയാൽ തന്നിട്ടുണ്ട്. അവിടെ ഗ്ലിറ്ററിംഗ് കിഡ്സിൻ്റെ കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷയുണ്ട്. ബീക്കൺ യൂത്ത്, യുവതി യുവാക്കളുടെ ഇടയിലുള്ള ശുശ്രൂഷയുണ്ട്. റേഡിയൻ വിമൻ, സഹോദരിമാരുടെ ഇടയിലുള്ള ശുശ്രൂഷയുണ്ട്. പയനിയർ മെൻ ഫെലോഷിപ്പ്, 35 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള സഹോദരന്മാരുടെ ഇടയിലുള്ള ശുശ്രൂഷയുണ്ട്. പ്രയർ വാരിയേഴ്സ് ടീമുണ്ട്. പ്രാർത്ഥന ഭടന്മാരുണ്ട്. വെളുപ്പിന് 4:30 എഴുന്നേറ്റ് അവർ പ്രാർത്ഥിക്കും. കർത്താവിന് സ്തോത്രം. പ്രയർ ട്രാവലുണ്ട്. ദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വീരന്മാരുണ്ട്. പ്രയർ ട്രാവലുണ്ട്. കർത്താവിന് സ്തോത്രം. മുഴുരാത്രി പ്രാർത്ഥനയുണ്ട്. എല്ലാ മാസത്തിലെയും 2ാമത്തെ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച രാവിലെ 6 മണി വരെ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓൾ നൈറ്റ് പ്രയറുണ്ട്. എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്ന്, ആത്മാക്കൾ വിടുവിക്കപ്പെടണം, ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, കുടുംബങ്ങൾ സ്വർഗമായി തീരണം, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ദേശത്തു നിന്ന് പൈശാചിക ബാധകൾ മാറണം, ജനത്തെ നശിപ്പിക്കുന്ന, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വന്നിരിക്കുന്ന ദുഷ്ടപ്പിശാചിൻ്റെ വ്യാപാരങ്ങൾ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും മാറിപ്പോകണം. അങ്ങനെ ജനം രക്ഷിക്കപ്പെടണം. ആത്യന്തികമായ ലക്ഷ്യം ജനം സ്വർഗരാജ്യത്തിലെത്തണം എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ കുടുംബങ്ങൾ സ്വർഗമായി തീരണം. അങ്ങക്കരെ ചെല്ലുമ്പോൾ നിത്യസ്വർഗത്തിൻ്റെ അവകാശം അനുഭവിച്ച് നിത്യസ്വർഗം, ആ അനുഭവം നിത്യയുഗായുഗം അനുഭവിക്കണം. കാതലായ ആ ഒരു ലക്ഷ്യം കർത്താവ് കൃപയാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കൃപയാൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന അനേകം ദൈവമക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ ഞങ്ങൾ ആരോടും സഭയോ കക്ഷിയോ പക്ഷമോ ഒന്നും ചോദിക്കാറില്ല. അത് ഞങ്ങളുടെ വിഷയമല്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള വേല ലോകമെമ്പാടും ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും ഞങ്ങൾ ആദരവോടെ കാണുന്നു. മാത്രവുമല്ല, ഏത് സഭയിലോ ജാതിയിലോ വർഗത്തിലോ വർണ്ണത്തിലോ പെട്ടവരെ ഞങ്ങൾ
അവരും രക്ഷപ്പെടണമെന്ന് ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് പത്രോസിലെ എഴുതിയ ലേഖനത്തിലുണ്ട്. ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. പിന്നെ നമുക്കെന്തുകൊണ്ട് ദീർഘക്ഷമ കാണിച്ചുകൂടാ? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് നാം എന്തുകൊണ്ട് കരഞ്ഞുകൂടാ? കരയണം പ്രിയരെ. കർത്താവിന് സ്തോത്രം. ഇതുകൂടാതെ കോട്ടേജ് മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഭവനങ്ങൾ, ദൈവവേലയ്ക്ക് വേണ്ടി തുറക്കുന്ന ഭവനങ്ങളിൽ ചെന്ന് അവിടെ കോട്ടേജ് മീറ്റിങ്ങുകൾ നടത്തുന്നു. കൊച്ചു കൊച്ചു സെൽ മീറ്റിങ്ങുകൾ നടത്തുന്നു. ഒരാൾ പോലും ഒരു ഭവനത്തിൽ ഇരിക്കെ അവർ വിളിച്ചാലും ഞങ്ങൾ ചെന്ന് അവരോട് സുവിശേഷം അറിയിക്കുന്നു. ഓരോ കുടുംബത്തിലുള്ളവർ അവരെ പ്രിയപ്പെട്ടവരെ വിളിച്ചുകൂട്ടി യേശുക്രിസ്തുവിൻ്റെ വചനം പറയുവാൻ അവസരങ്ങൾ തരുന്നുവെങ്കിൽ ഞങ്ങൾ പോയി സംസാരിക്കുന്നു. ഇങ്ങനെ അനേകം വേലകൾ. റീച്ച് ദ അൺറീച്ച്ഡ്, ആരും കടന്നു ചെല്ലാത്ത, ആരും സ്നേഹിക്കാത്ത ജനങ്ങളുടെ ഇടയിൽ കടന്നു ചെന്ന് ഞങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയുന്നു. ചെറിയൊരു കൂട്ടമാണ് ഞങ്ങൾ. പക്ഷേ കർത്താവ് വലിയ ആശ വെച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള വേല നിർവഹിക്കുന്നു. സ്തോത്രം. ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇതുകൂടാതെ ഞങ്ങൾക്ക് മീഡിയ മിനിസ്ട്രി ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ വാട്സാപ്പിലും എല്ലാം ശുശ്രൂഷകൾ നടക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 യൂട്യൂബിലൂടെ ഫോർ മൈ ജീസസ്, സജു ആൻഡ് സലി എന്ന് ഉള്ളതായ ഫോർ മൈ ജീസസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ 5:30 ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും അപ്ലോഡ് ചെയ്യുന്നു. സ്തോത്രം. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ബൈബിൾ ക്ലാസ് അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. ബൈബിൾ പഠിക്കാനുള്ള അവസരമുണ്ട്. വചനത്തോട് കൂടുതൽ എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ അത് പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ് ഏതാണ്ട് 1 വർഷമായി പഠിപ്പിക്കുന്നത്. ഈ 1 വർഷത്തെ ക്ലാസ്സുകൾ ഓരോ എപ്പിസോഡുകളായി ഞങ്ങൾ ഓരോ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നു. സമയം പോലെ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾ സന്ദർശിക്കൂ. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൾ തന്നാലാവത് ചെയ്തു എന്ന് തിരുവചനത്തിലുണ്ട്. തന്നാലാവത് ചെയ്യണം. കാരണം ഒരുപാട് കർത്താവ് നമുക്ക് തന്നു, ഒരുപാട് തന്നു. ജീവൻ തന്നു, ജീവരക്തം തന്നു, രക്ഷസൗജന്യമായി തന്നു, പാപമോചനം തന്നു, ശാപങ്ങൾ മായ്ച്ചു കളഞ്ഞു, രോഗബന്ധനങ്ങൾ അഴിച്ചു, അകൃത്യങ്ങളും അതിക്രമങ്ങളും മോചിച്ചു തന്നു, നിത്യജീവൻ്റെ അവകാശം തന്നു. തൻ്റെ ദേഹമെന്ന ദിശയിലൂടെ നമുക്ക് ഒരു പുതിയ വഴി സൃഷ്ടിച്ച് ദൈവരാജ്യത്തേക്കുള്ള അവകാശം തന്നു, പ്രവേശനം തന്നു. യേശുവിനെ സ്നേഹിക്കണ്ടേ? യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുപ്പീൻ. അതുകൊണ്ട് നമുക്ക് ലോഭമായി വിതയ്ക്കാതെ ധാരാളമായി വിതയ്ക്കാം. അങ്ങനെ ധാരാളമായി വിതച്ചാൽ നമുക്ക് ധാരാളമായി കൊയ്യുവാനിടയാകും. കൂലി അവൻ്റെ കയ്യിലും പ്രതിഫലം അവൻ്റെ പക്കലുമുണ്ട്. ഇതിനെല്ലാം പ്രതിഫലമുണ്ട് പ്രിയരേ. കർത്താവിന് സന്നിധിയിൽ പ്രതിഫലമുണ്ട്. ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഈ വലിയ ശുശ്രൂഷയ്ക്കായി നിങ്ങളുടെ ജീവിതം സമർപ്പിപ്പീൻ. ദൈവവരങ്ങളിലേക്ക് കൊടുക്കുകയും, നാഥ, ഞാൻ യേശുവിൻ്റെ വേലക്കാരനും വേലക്കാരിയുമായി ഇനിയുള്ള കാലം ഞാൻ യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവളാകും. ദൈവവരങ്ങൾ സമർപ്പിക്കൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായി മുന്നോട്ട് പോകുന്നതിന് ഏതെങ്കിലും തടസ്സങ്ങൾ, എങ്ങനെ തടസ്സങ്ങളെ ഓവർകം ചെയ്യാം, ഇങ്ങനെയുള്ളതായ ഏതെങ്കിലും സംശയങ്ങളോ ആത്മീയ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ലഭിക്കണമെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.